അങ്ങനെ അടിച്ചിറക്കി വിട്ടു എന്ന് പറയപ്പെടുന്ന എൻ്റെ വീട്ടിലത്തെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പുട്ടും പഴവും ബീഫല്ലല്ലോ പാർട്സ്. ബീഫ് ഇവിടെ വാങ്ങൂല എന്ന് എനിക്കറിയാം, പിന്നെ ഡൗട്ട് ചോദിച്ചതാ. പിന്നെ കറി, ഇത്രയും സാധനങ്ങൾ ഒക്കെ പോട്ടെ. അടി കിട്ടിയ ഡാഡി എവിടെ പോയി? ഡാഡി ജോലിക്ക് പോയി. ആ, അടി കിട്ടിയത് കൊണ്ട് എന്താ ഇപ്പം ജോലിക്ക് പോക്ക് തുടങ്ങിയിട്ടുണ്ട്. മോം കഴിച്ചോ? അപ്പോൾ നല്ല പുട്ടാണ്, മമ്മിയുടെ പുട്ടാണ്. ഇതിൽ പനമ്പൊടി ഇട്ടിക്കുമ്മ, പനമ്പൊടി ഫീൽ അപ്പം വേറെ ടേസ്റ്റ് ഉണ്ടല്ലോ. എന്താ വേറൊരു ഫ്ലേവർ? അല്ല, എന്തേത്ത വേറൊരു ഫ്ലേവർ? പാൽപ്പിട്ടോ? ആ, പാലിൻ്റെ ടേസ്റ്റ് ഇല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർട്സ്. അത് കണ്ടിട്ട് എൻ്റെ ഡാഡ് ഉണ്ടല്ലോ, ഏത് മോളെ പ്രിയേ, താങ്ക്സ് എടാ, 2 ദിവസത്തേക്കുള്ള കണ്ടന്റ് ഉണ്ടാക്കി തന്നതിന്. എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് എനിക്ക് ഇവിടെ നിന്നതിന് ഉമ്മാക്കും എന്നോടൊരു താങ്ക്സ് ഉണ്ട്. മറ്റ് പിള്ളേരെ ഇങ്ങോട്ട് വിടുക എന്നല്ലാണ്ട് ഞാൻ നോക്കുകയും ഒരുപാട് പണിയുണ്ട് എനിക്ക്. ചായ വലിച്ചു കുടിക്കാൻ പറ്റിയതാ? ഞാൻ വലിച്ചു കുടിക്കാൻ പറ്റിയത് പഞ്ചസാര അല്ലല്ലേ? എനിക്ക് മധുര ഇടലുണ്ട്, കുറച്ചിടലുണ്ട്, തീരൂല്ല. തളവ് പായ വെക്കുന്നോളാ. ചിക്കനെ കറി മാത്രം എടുക്കും കേട്ടോ നമ്മള്, വരുള്ള കറി ആയതുകൊണ്ട്. അപ്പം കൊല വീട്ടിലുണ്ടായതാണ്, അതുകൊണ്ട് നമുക്ക് വലിയ മൈൻഡില്ല. കൊയിലാണ്ടിൽ നിന്ന് വരുന്ന ഒരു സാധനത്തിനോട് നമുക്ക് മൈൻഡില്ല. ഈ കറി കൂടി കുടിക്കുന്നതാണ് ടേസ്റ്റ് ഉള്ള. ഇത് കുറച്ചും പോരാ, കുറച്ച് തോനെ ചായ വേണം. കുഞ്ഞനല്ലേ അടി കിട്ടിയതിന് ശേഷം നന്നായൊരു നന്നാവല് കണ്ടോ? എനിക്കൊരു തല്ലിച്ചേർന്ന് കേട്ടുക. എന്താ പറയാനും പിന്നെ പറഞ്ഞാണ് പ്രിയക്ക് വിഷമാവും. ഞാൻ പറഞ്ഞിട്ടാണെങ്കിലല്ലോ ഓളാ എൻ്റെ കയ്യെ കിട്ടിയൊന്നും ഞരണ്ടായി. ഞാൻ ഒക്കെ ഇന്നത്തേക്കുള്ള കണ്ടന്റായി. ധൈര്യമുണ്ടേ വാത്തള്ളേ നീ എന്നെ ഞെരണ്ടാനേ. ഞെരണ്ടാൻ ഓളോട് വരട്ടെ. നമുക്ക് ധൈര്യമല്ല നിങ്ങളെ എന്റെയും പേര് പറയാൻ. ഒരിക്കൽ പേര് പറഞ്ഞ് മതിയായി പോയല്ലോ. പിട്ടേതല്ല അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സുഖമുണ്ട്. നല്ല അടിപൊളി. ഈ ഒരു കഷ്ണത്തിൽ തേങ്ങ ഇട്ടില്ല കേട്ടോ. അത് നീയക്ക് ഇവിടെ തേങ്ങ ഇട്ടോലും ഇടാത്തോലും ഒക്കെ ആയിട്ടുണ്ട്. അതോ തല്ല് കിട്ടിയ മോള് അല്ല, തല്ലിയ മോള്. ആ, തല്ലിയ മോളല്ലേ, തല്ല് കിട്ടിയ മോളല്ല. ഒന്ന് കണ്ടോ പേടിച്ചിട്ടാ, പേടിച്ചിട്ട് ഉമ്മ തരിക. കല്ലുന്നതിന് മോളെ ഇവിടെ നിൽക്കാനൊഴിവില്ല. തച്ചിങ്ങ ഇറക്കിക്കാണെ ബുദ്ധിമുട്ടല്ലേ. പേടിച്ചിട്ട് ഉമ്മ തരിക. ഓളിത് മാത്രം കട്ട് ചെയ്തെടുത്തിടും. ജസ്റ്റിന്റെ ഉമ്മ പറയുന്നത് തല്ലുന്ന മോളേന്ന്. ഹലോ എൻ്റെ പ്രിയേ, എന്നെ കൊണ്ട് തോറ്റി ഞാൻ. പാപ്പിനെ ഞാൻ ഇന്നലെ പിന്നെ കണ്ടില്ല കേട്ടോ. പാപ്പി വരുമ്പോഴേക്ക് ഞാൻ ഉറങ്ങിയേക്ക്. ഞാനിപ്പോഴാണ് എണീച്ച് വന്ന് കുളിച്ച് ചായ അടിക്കുമ്പോഴേക്ക് ആശാൻ ജോലിക്ക് പോയി. വണ്ടി വർഷാപ്പിലാണ്.
ഞാൻ വിളിച്ചേരാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ. ഞാൻ ഉമ്മക്കതാണ്, ഉമ്മക്ക് ഇവിടെ ഞങ്ങൾ കൂടാൻ വരുന്നില്ല. ഉമ്മൻ്റെ സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. എനിക്ക് അവിടെ വരയ്ക്കാൻ ഇഷ്ടം പോലെ ഒരു തല കിടക്കുന്നുണ്ട്. യൂട്യൂബിനകത്ത് വീഡിയോ ഇടണം, വീട്ടിലെ കാര്യം നോക്കണം, മക്കളെ കാര്യം നോക്കണം, എല്ലാ കാര്യവും ഞാൻ ഒരാൾ നോക്കണം. ഒരു സാധനം തീർന്നാൽ ഓടാനും ഞാനേ ഉള്ളൂ. മോന് സ്കൂളിൽ പോവുകയാണെങ്കിൽ അതൊക്കെ ആർക്കാ? അപ്പം ഉമ്മ ഇവിടെ വന്നിങ്ങോട്ട് ഇങ്ങനെ താമസിക്കാൻ പറയുന്നു. അപ്പം ഞാൻ എന്താക്കും, വെള്ളിയാഴ്ച മക്കളങ്ങോട്ട് പറഞ്ഞേക്കും. എന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കരുത് കഴിഞ്ഞു. അപ്പം അമ്മക്ക് 2 ദിവസം ആൾക്കാരെ കിട്ടി എന്നുള്ള സന്തോഷമാണ്. ഞങ്ങൾ മാത്രമല്ല, ഏട്ടത്തിൻ്റെ മോളും ഉണ്ട്. ചിലപ്പോൾ ഏട്ടത്തി ഒപ്പം വരും. അതുകൊണ്ട് ഉമ്മ ഹാപ്പി, വാപ്പയും ഹാപ്പിയാണ്. വാപ്പക്ക് നല്ല സന്തോഷമാണ്. കാരണം ഞാനുള്ളപ്പം നമ്മക്കേ കടിച്ചു വലിച്ചിട്ടില്ലെങ്കിലൊന്നും ഇറങ്ങൂലെന്നേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നലെ ചിക്കൻ്റെ കൂടെ വേറെ സെപ്പറേറ്റ് അടിച്ചിട്ട് പാർട്സ് മാത്രം, ലിവർ മാത്രം വാങ്ങിയതാട്ടോ. ചിക്കൻ്റെ ലിവർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഇത് മുഴുവനായിട്ട് തിന്ന് തീർക്കട്ടെ. എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റിൻ സലീം.